സ്തുതിച്ചിടുവിൻ കീർത്തനങ്ങൾ ദേവനു പാടിടുവിൻ. സ്തുതിയുചിതം മനോഹരവും നല്ലതുമെന്നറിവിൻ. ദേവാദിദേവനി പാരിൽ വന്നു, പാപിയെ തേടി വന്നു. വല്ലഭനായി മരിച്ചുയർത്തു, ജീവിക്കുന്നു നമുക്കായി. വല്ലഭനായി മരിച്ചുയർത്തു, ജീവിക്കുന്നു നമുക്കായി. തലമുറയായവൻ നമുക്ക് നല്ലൊരു സങ്കേതമാ. പലമുറ നാം പാടിയിടുക പരമനു സങ്കീർത്തനം. ദേവാദിദേവനി പാരിൽ വന്നു, പാപിയെ തേടി വന്നു. വല്ലഭനായി മരിച്ചുയർത്തു, ജീവിക്കുന്നു നമുക്കായി. വല്ലഭനായി മരിച്ചുയർത്തു, ജീവിക്കുന്നു നമുക്കായി. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹവന്ദനം അറിയിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് ദൈവത്തോടു കൂടെ നടന്ന ചില വ്യക്തികളെക്കുറിച്ച്, അല്ലെങ്കിൽ തലമുറകൾ തമ്മിലുള്ള അന്തരത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ ഓർക്കുകയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഭൂമിയിൽ വഷളത്വം പെരുകി വന്ന കാലഘട്ടത്തിൽ കായിൻ്റെയും ശേത്തിൻ്റെയും കൊച്ചുമക്കളായിരുന്നു ഇവിടെ ജീവിച്ചിരുന്നത്. രണ്ടു കൂട്ടരും ഒരേ പ്രശ്നത്തെ തന്നെയാണ് അഭിമുഖീകരിച്ചത്. ഒരു തലമുറ സാഹചര്യങ്ങൾക്ക് അടിമയായി പാപം ചെയ്ത് നശിച്ചു. മറ്റേ കൂട്ടരോ അതിനെ അതിജീവിച്ച് പെട്ടകത്തിൽ കൂടെ രക്ഷപ്പെട്ടു. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ശേത്തിൻ്റെ തലമുറകൾ ഭൂമിയിൽ പെരുകിക്കൊണ്ടിരുന്നു. ഏനോശ്, യാരേദ്, ആനോക്ക്, ഇങ്ങനെ തലമുറകൾ പെരുകി. ദൈവത്തിനെ പ്രസാദിപ്പിച്ച ഹാബേലിന് പകരം ജനിച്ച ശേത്തിൻ്റെ പിന്തലന്മാർക്കാരായ ഹാനോക്ക് ഇതാ ദൈവത്തോടുകൂടെ നടക്കുന്നു. പിതാക്കന്മാർ ചെയ്തിട്ടില്ലാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ ഹാനോക്ക് ചെയ്യുന്നത്. ഹാബേലിന് സാധിക്കാഞ്ഞത് ഹാനോക്ക് ചെയ്തു. കുടുംബജീവിതത്തിൻ്റെ മാതൃകയും ആത്മീയതയും കണ്ട് ദൈവം ഇതാ അവനോടുകൂടെ നടക്കുവാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയാണ്. അവനോടുള്ള ദൈവത്തിൻ്റെ സ്നേഹനിമിത്തമായിരിക്കണം ദൈവം ഹാനോക്കിനെ ജീവനോട് എടുത്തത്. കാലചക്രം കറങ്ങിത്തിരിഞ്ഞു. രണ്ട് തലമുറകൾ സമാന്തര രേഖകൾ പോലെ നീണ്ടു പോവുകയാണ്. ഒന്ന്, തലമുറകൾ വരുംതോറും വഷളായിത്തീരുന്നു. മറ്റൊന്ന്, തലമുറകൾ കഴിയും തോറും വിശുദ്ധരായിക്കൊണ്ടിരിക്കുന്നു. ദൈവത്തോടു കൂടെ നടന്ന ഹാബേലിൻ്റെ കാലം കഴിഞ്ഞു. 10-ാം തലമുറയിലെത്തി. അപ്പോൾ പാവം അതിൻ്റെ അത്യുന്നത ഘട്ടത്തിലെത്തി. ഈ കാലഘട്ടത്തിലാണ് നോഹയ്ക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിക്കുകയും അവൻ ദൈവത്തോടുകൂടെ നടക്കുകയും ചെയ്തത്. വഷളത്വം പെരുകിയ ഒരു കാലത്താണ് നോഹയും കായീനും മക്കളും ജീവിച്ചത്. രണ്ട് ഗ്രൂപ്പും ഒരേ തരത്തിലുള്ള പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ട് പാപം അതിക്രമിച്ച് ഒരേ രീതിയിലുള്ള പ്രശ്നങ്ങളെ അവർ അഭിമുഖീകരിച്ചുകൊണ്ടിരുന്നു. പാപം, അതിക്രമം, വഷളത്വം, സൗന്ദര്യമുള്ള സ്ത്രീകളെല്ലാം ഭാര്യമാരാക്കുക എന്നീ പാപപ്രവൃത്തികളിലൊന്നും നോഹയും മക്കളും വീണില്ല. എന്നാൽ രക്ഷാമാർഗമായ പെട്ടകം പണിയിൽ ശ്രദ്ധാലുക്കളായി പാപം ചെയ്യാവുന്ന സാഹചര്യത്തെ ജീവിക്കുന്ന നിനക്ക് അതിഷ്ടമെങ്കിൽ സാഹചര്യത്തെ പഴിചാരി പാപം ചെയ്യാം. എന്നാൽ ദൈവകൃപ പ്രാപിച്ചാൽ അതേ സാഹചര്യത്തിൽ ഒരു വിശുദ്ധ ജീവിതം നയിക്കാനിടയായിത്തീരും. കൃപ പ്രാപിച്ച ജനം ന്യായവിധിയിൽ പെട്ടകത്തിൽ കൂടെ രക്ഷപ്പെട്ടപ്പോൾ വഷളായ മക്കൾ ഒന്നടങ്കം ന്യായവിധി ചോദിച്ചു വാങ്ങി അത് നശിച്ചുപോയി. പ്രിയ ദൈവജനമേ, നമ്മുടെ ഭൗമിക നേട്ടങ്ങൾ കണ്ട് മതിമറക്കാതെയും അതിൽ ഊറ്റം കൊള്ളാതെയും അവരുടെ ആത്മീയമായ പാപ്പരത്വം കണ്ട് കരയുകയും ബാലശിക്ഷ കൊടുത്ത് മടക്കി വരുത്തുകയും ചെയ്യുവാൻ നമുക്ക് കഴിയുന്നെങ്കിൽ അതായിരിക്കും ഏറ്റവും വലിയ പ്രവൃത്തി. ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഹാബേലന്മാർ, ദൈവത്തോട് ഉണക്കുന്ന ഹാനോക്കന്മാർ, കൃപ ലഭിച്ച നോഹമാർ എന്നിവർ നമ്മുടെ സഭകളിലും നമ്മുടെ കുടുംബജീവിതത്തിലും ഒക്കെ ഉണ്ടെങ്കിൽ
അത് ഏറ്റവും അനുഗ്രഹമായിരിക്കുകയാണ്. ജീവിച്ചിരുന്ന നല്ലൊരു മാതൃക കാണിച്ചു കൊടുക്കുന്ന എത്ര പേർ നമ്മളുടെ ഇടയിലുണ്ട്. നാം ഏറ്റുവാങ്ങിയ ആത്മീയ കൈത്തിരി കെട്ടുപോകാതെ തലമുറകൾക്ക് കൈമാറ്റം ചെയ്യുവാൻ തക്കോണം നമുക്ക് കഴിയുന്നുണ്ടോ? തെറ്റുകൾ സ്വയം തിരുത്തി മടങ്ങി വരുവാൻ നമുക്ക് കഴിയുന്നെങ്കിൽ അതായിരിക്കും ജീവിതത്തിലെ ഏറ്റവും ധന്യമായ മുഹൂർത്തം. നമ്മുടെ തലമുറകൾക്ക് എന്തെല്ലാം നേടിക്കൊടുത്താലും ആത്മീയ വിഷയത്തിൽ മുന്നോട്ട് നടത്തുന്നില്ലെങ്കിൽ ജീവിതം ശൂന്യമായി തീരും എന്നുള്ള യാതൊരു സംശയമില്ല. ബാലൻ നടക്കേണ്ട വഴിയെല്ലാം അഭ്യസിക്കുക, എന്നാൽ അവൻ വൃദ്ധനായാലും വിട്ടുമാറുകയില്ല. ഈ ചിന്ത നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തി ജീവിതത്തിലും കുടുംബജീവിതത്തിലും ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. തിരുവചന ഭാഗങ്ങൾ തുടർന്നും ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തുടർന്നുള്ള തിരുവചനങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം.